മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് എസ്തർ അനിൽ. അജി ജോൺ സംവിധാനം ചെയ്ത നല്ലവൻ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി അരങ്ങേറ്റം കുറിച്ച എസ്തർ, ജീത്തു ജോസഫിന്റെ ദൃശ്യം എന്ന സിനിമയിലൂടെയാണ് ഇന്ത്യയൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ടത്. മോഹൻലാലിന്റെ മകളായി അഭിനയിച്ച എസ്തർ പിന്നീട് തമിഴ് പതിപ്പായ പാപനാശത്തിൽ കമൽഹാസനൊപ്പവും ആ വേഷം മനോഹരമാക്കി. ഷാജി എൻ. കരുൺ ടി.വി. ചന്ദ്രൻ തുടങ്ങിയ പ്രഗത്ഭരായ സംവിധായകരുടെ ചിത്രങ്ങളിലും താരം വേഷമിട്ടിട്ടുണ്ട്. ഉപരിപഠനത്തിനായി സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത എസ്തർ, ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലെ തന്റെ പഠനകാലത്തെ അനുഭവങ്ങൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ്. ലണ്ടനിലെ ജീവിതവും പാർട്ട് ടൈം ജോലിയും. പഠനത്തോടൊപ്പം സ്വയം പര്യാപ്തത നേടുന്നതിന്റെ ഭാഗമായി ഒരു സാലഡ് ബാറിൽ താൻ ജോലി ചെയ്തിരുന്നുവെന്ന് എസ്തർ പറയുന്നു. ജോലി: സാലഡ് ബാറിലെ കൗണ്ടർ വൃത്തിയാക്കുന്നതും സാലഡ് തയ്യാറാക്കുന്നതുമായിരുന്നു പ്രധാന ചുമതലകൾ. വെല്ലുവിളികൾ: പഠനഭാരവും ഇന്റേൺഷിപ്പുകളും വർദ്ധിച്ചപ്പോൾ ഏകദേശം 2 മാസത്തിനുശേഷം ജോലി ഉപേക്ഷിക്കേണ്ടിവന്നു. കാഴ്ചപ്പാട്: വിദേശത്ത് പഠിക്കാൻ പോകുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളും പാർട്ട് ടൈം ജോലി ചെയ്യാറുണ്ട്. സ്വന്തമായി വരുമാനം കണ്ടെത്തുക എന്നത് അവിടെ ഒരു ജീവിതരീതിയുടെ ഭാഗമാണെന്നും താരം വ്യക്തമാക്കുന്നു. യാത്രകളുടെ ഒരു വർഷം. ലണ്ടനിലെ താമസത്തിനിടയിൽ നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കാൻ സാധിച്ചതിനെക്കുറിച്ചും എസ്തർ വാചാലയായി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 7 രാജ്യങ്ങളാണ് താരം സന്ദർശിച്ചത്. ഇതിൽ 5ഉം യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു. യു.കെയിൽ നിന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്ര നാട്ടിൽ ഒരു സംസ്ഥാനത്തുനിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുന്നതുപോലെ ലളിതമാണെന്ന് എസ്തർ അഭിപ്രായപ്പെട്ടു. ബാങ്ക് അക്കൗണ്ടും സിം കാർഡും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഉപയോഗിക്കാൻ സാധിക്കുന്നത് യാത്രകൾ കൂടുതൽ സുഗമമാക്കി. -13 തണുപ്പുള്ള സമയത്ത് ഫിൻലാൻഡ് സന്ദർശിച്ചത് ഒരു മികച്ച അനുഭവമായിരുന്നുവെന്നും താരം ഓർത്തെടുത്തു. ദൃശ്യം 3-നായുള്ള കാത്തിരിപ്പ്. സിനിമാപ്രേമികളും മോഹൻലാൽ ആരാധകരും ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ദൃശ്യം 3 എസ്തറിന്റേതായി ഇനി പുറത്തിറങ്ങാനുള്ള ചിത്രം. സൂപ്പർ താരം മോഹൻലാലിന്റെ ജന്മദിനമായ മെയ് 21 ചിത്രം തിയേറ്ററുകളിലെത്തും.